ഭാവിയിൽ ഗ്രഹാന്തര യാത്രകൾ ട്രെയിൻ പിടിക്കുന്നത് പോലെ സാധാരണമായിരുന്നു. രാകേഷ് സ്വയം ഹബ്ബൽ ബഹിരാകാശ പേടകത്തിൽ കയറി. അദ്ദേഹത്തിന്റെ ദൗത്യം നൂറ്റാണ്ടുകളായി മനുഷ്യരാശിയെ ആകർഷിച്ച ചുവന്ന ഗ്രഹമായ ചൊവ്വയെ പര്യവേക്ഷണം ചെയ്യുക. രാകേഷ് ഒരു സാധാരണ ബഹിരാകാശ സഞ്ചാരിയായിരുന്നില്ല. അവന്റെ മനസ്സ് അൽഗോരിതങ്ങളുടെ ഒരു സിംഫണിയായിരുന്നു. അവന്റെ ഹൃദയം ജിജ്ഞാസയുടെ ഒരു ഫ്യൂഷൻ റിയാക്ടറായിരുന്നു. കപ്പൽ പ്രപഞ്ച ശൂന്യതയിലൂടെ കടന്നുപോകുമ്പോൾ തന്റെ ജാലകത്തിന് പുറത്തുള്ള നക്ഷത്രരാശികളിൽ അദ്ദേഹം അത്ഭുതപ്പെട്ടു. നക്ഷത്രങ്ങൾ, ദൂരെയുള്ള അഗ്നിജ്വാലകൾ പോലെ പ്രപഞ്ചരഹസ്യങ്ങൾ മന്ത്രിച്ചു. ചൊവ്വയിൽ രഹേഷ് സിന്ദൂരമണ്ണിലേക്ക് കാലെടുത്തുവച്ചു. വായു നേരിയതായിരുന്നു, പക്ഷേ അവന്റെ ആവേശം പ്രകടമായിരുന്നു. തുരുമ്പൻ നിറമുള്ള പാറകളാലും വേട്ടയാടുന്ന നിശബ്ദതയാലും ചുറ്റപ്പെട്ട് അദ്ദേഹം തന്റെ ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചു. ഡാറ്റ വിശകലനം, മണ്ണ് സാമ്പിളുകൾ, ഇടയ്ക്കിടെ ചൊവ്വയിലെ പൊടിക്കാറ്റ് എന്നിവയാൽ അവന്റെ ദിവസങ്ങൾ നിറഞ്ഞു. പക്ഷേ ആ കൊടുങ്കാറ്റുകളിലൊന്നിലാണ് അവൻ അവളെ കണ്ടത്, വെള്ളിയിൽ ഒരു ദർശനം. അവൾ എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ കണ്ണുകൾ ചൊവ്വയുടെ അസ്തമയത്തിന്റെ നിറമായിരുന്നു. അവളുടെ പേര് ലൈറ എന്നായിരുന്നു. പുരാതന ചൊവ്വ നാഗരികതയുടെ സംരക്ഷകയാണെന്ന് അവൾ അവകാശപ്പെട്ടു. രാകേഷ് അവളുടെ കൃപയാൽ ആകർഷിച്ചു, അവളുടെ മറ്റൊരു ലോക സൗന്ദര്യം. ചൊവ്വയുടെ ഗ്ലിഫുകളുടെ മറന്നുപോയ ഭാഷ ലൈറ അവനെ പഠിപ്പിച്ചു. കോസ്മിക് കവിത പോലെ പാറകളിൽ പതിച്ചു. ഹോളോഗ്രാഫിക് ലൈബ്രറികൾ, ഗ്രഹത്തിന്റെ ചരിത്രം വെളിപ്പെടുത്തുന്ന മറഞ്ഞിരിക്കുന്ന ഗുഹകൾ അവൾ അയാൾക്ക് കാണിച്ചുകൊടുത്തു. നഷ്ടപ്പെട്ട നാഗരികതകളുടെയും നക്ഷത്രങ്ങൾ കടന്നുപോയ പ്രേമികളുടെയും കോസ്മിക് ദുരന്തങ്ങളുടെയും ഒരു കഥ. ആഴ്ചകൾ മാസങ്ങളായി മാറിയപ്പോൾ രാകേഷും ലൈറയും ഒരുമിച്ച് ചൊവ്വ പര്യവേക്ഷണം നടത്തി. അവർ ഇരട്ട ചന്ദ്രനു കീഴിൽ നൃത്തം ചെയ്തു. അവരുടെ ചിരി തരിശായ ഭൂപ്രകൃതിയിലുടനീളം പ്രതിധ്വനിച്ചു. ഒരു കാലത്ത് അൽഗോരിതങ്ങളാൽ ഊർജ്ജസ്വലമായ രാകേഷിന്റെ ഹൃദയം ഇപ്പോൾ പ്രപഞ്ചത്തിന്റെ താളവുമായി സമന്വയിച്ചു. എന്നാൽ അവരുടെ പ്രണയം നിഷിദ്ധമായിരുന്നു. എർത്ത്ലിങ്സുമായുള്ള ലൈറയുടെ ഇടപെടലുകളെ മാർഷ്യൻ കൗൺസിൽ അംഗീകരിച്ചില്ല. രാകേഷ് തങ്ങളുടെ ലോകത്തിന്റെ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുമെന്ന് അവർ ഭയപ്പെട്ടു. എന്നിരുന്നാലും പ്രണയത്തിന് അതിരുകളില്ല, ഗ്രഹങ്ങളിൽ വരച്ചോ പോലും. ഒരു രഹസ്യ ഗുഹയിൽ രാകേഷും ലൈറയും വിധിയെ ധിക്കരിക്കാൻ പ്രതിജ്ഞയെടുത്തു. അവർ ഒരു സ്റ്റാർഡസ്റ്റ് ട്രാൻസ്മിറ്റർ നിർമ്മിച്ചു, ലോകങ്ങൾ തമ്മിലുള്ള വിടവ് നികത്താൻ കഴിയുന്ന ഒരു ഉപകരണം. കോസ്മിക് ക്ലോക്ക് ടിക്ക് ചെയ്യുമ്പോൾ അവർ കൈകൾ കോർത്തു. അവരുടെ ഹൃദയങ്ങൾ ബൈനറി നക്ഷത്രങ്ങളെപ്പോലെ പ്രതിധ്വനിച്ചു. സമയമായപ്പോൾ രാകേഷ് മിന്നുന്ന പോർട്ടലിലേക്ക് കയറി. ഭൂമി അവനെ കാത്തിരുന്നു. പരിചിതമായ നീലഭ്രമണപഥം, മഴയുടെ ഗന്ധം, അവശേഷിപ്പിച്ച ജീവിതത്തിന്റെ ഓർമ്മകൾ. പക്ഷേ ലൈറയുടെ ഹൃദയവുമായി ഇഴചേർന്ന അവന്റെ ഹൃദയം ചൊവ്വയിൽ തുടർന്നു. ഹബ്ബൽ ആസ്ഥാനത്ത് തിരിച്ചെത്തിയ രാകേഷ് തന്റെ ഓഫീസ് ജനാലയിലൂടെ നക്ഷത്രങ്ങളെ നോക്കി. താൻ ഒരിക്കലും സമാനമാകില്ലെന്ന് അവനറിയാമായിരുന്നു. പ്രപഞ്ചം അദ്ദേഹത്തിന് സ്നേഹം സമ്മാനിച്ചു, ഗ്രഹങ്ങളെയും അൽഗോരിതങ്ങളെയും സമയത്തെയും മറികടക്കുന്ന ഒരു സ്നേഹം. അതിനാൽ എല്ലാ രാത്രിയും അവൻ